അതിന്റെ ഫലത്തിൽ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. മാപേക്ഷു കഥാജന. അതുകൊണ്ട് മാ കർമ്മഫലഹേതുർക്കോ മാതേ സങ്കോസ് അകർമ്മണി. അതും ഭഗവാൻഗീതയിൽ പറയും. ഇങ്ങനെ നമുക്ക് കർമ്മഫലം വേണ്ടെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതിരിക്കരുത്. കർമ്മം ചെയ്യണം. കാരണം കർമ്മവാസന കിടക്കുന്നുണ്ട്. ആ കർമ്മവാസന ചെയ്ത് അത് ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കർമ്മയോഗം പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് യാത്രയാകുമ്പോൾ കുറച്ച് വാസനകൾ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ വാസനയ്ക്കനുസരിച്ചുള്ളൊരു ജന്മം നമുക്ക് കിട്ടും. അല്ലേ? അതാണ് ഗുരു പറയുന്നത്, സർവം വിടുകിരായി ശതാനന്തരംഗനായി മേ ഉടലിലമർന്നുടരുന്ന മൂലം. സർവം വിടണം എന്നുവെച്ചാൽ ഉള്ളിലിരിക്കുന്ന ആ മൊത്തം വാസനകളും. ൃണമയം നീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞ് കേവലത്തിൻ മഹിമയും വച്ച് മനസ്സിലാകണം. അത് സകലമഴിഞ്ഞ് തണിഞ്ഞ് എല്ലാ കർമ്മവാസനകളും നമ്മളിൽ പോയി കഴിഞ്ഞ് ആ കേവലത്തിൻ മഹിമ അതും അതാണ് കേവലത്തിൽ അതും വിട്ട് മഹസ്സിലാണ്. എല്ലാത്തിനും നമ്മൾ മഹസ്സിലാകണം. നിരോധനത്തിലായാലും ബോധശതത്തിലായാലും എല്ലാം നമ്മൾ പറയുന്നത് അഴമേറും മഹസ്സാഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം. ആ അങ്ങനത്തൊരവസ്ഥ നമുക്ക് കിട്ടണമെങ്കിൽ ഈ അതിനാണ് ആദ്യം ജ്ഞാനമാർഗം പറയുന്നത്. ജ്ഞാനമാർഗത്തിലൂടെ നമുക്ക് ജ്ഞാനാഗ്നി സർവകർമ്മമാണ് ഈ ഗുരുനാമത്തിലെ എല്ലാ വാസനകളെയും ഈ ജ്ഞാനാഗ്നി കെട്ടിരിക്കും. മൂന്നരം വാസനകളെ നമുക്ക് സംഗീതം ആഗാമി പ്രാരബ്ധം ഈ വാസനകളെല്ലാം മാറും. ഈ പറഞ്ഞ ജ്ഞാനയോഗത്തിൽ ഗുരുവിന്റെ ആത്മശക്തി പറയട്ടെ, അരടി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വകരിരുന്ന അതിരക്കെഴും വിവേകം പരമചിദംബരമാകുന്ന ഭാനുമായി നിന്നെരിയും അതിനിരയായിടുന്ന സർവം. ആ ജ്ഞാനാഗ്നിയാണ് ഈ ഭാനുമായിട്ട് നെരിയുന്നത്. ഇവിടെ ഉള്ളിലാണ് ജ്ഞാനം കത്തി വരുമ്പോൾ സർവ കർമ്മങ്ങളും അത് ഭസ്മമാക്കുക. അരടി കടഞ്ഞെഴും അഗ്നി പോലെ. അരടി കടയുന്ന അതിന്റെ ആ മനന പ്രക്രിയ നമ്മൾ നിരന്തരമായിട്ട് ഈ ശാസ്ത്ര തത്വങ്ങളൊക്കെ മനനം ചെയ്ത് വരുമ്പോൾ ആ ജ്ഞാനാഗ്നി പതുക്കെ രുചിക്കാൻ തുടങ്ങും. ആ രുചിച്ചു വരുന്ന ജ്ഞാനാഗ്നിയിൽ നമ്മുടെ എല്ലാ കർമ്മവാസനകളും അവസാനിക്കും. ഇത് രണ്ട് വിധത്തിലുള്ള മാർഗമാണ് പറഞ്ഞത്. ഒന്ന് ജ്ഞാനയോഗം. ജ്ഞാനയോഗം എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിച്ച് ജ്ഞാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ അലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. ഈ രണ്ട് തത്വങ്ങളെ നമുക്ക് വേദാന്തത്തിൽ പ്രധാനമായിട്ട് അതിന്റെ എല്ലാ ഉപോത്തരങ്ങളായിട്ട് വരുന്നതാണ് ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇതെല്ലാം കൂടെ ചേർന്നാലേ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ജ്ഞാനവും ഉണ്ടാവും, കർമ്മയോഗ സിദ്ധി ഉണ്ടാവും. ജ്ഞാനമില്ലാതെ കർമ്മയോഗം നടക്കില്ല. നമ്മളെല്ലാം പരാഗ്രഹത്തിലേ നമ്മൾ ചെയ്തോളൂ. ഈ ജ്ഞാനം കുറച്ച് ഈശാവാസ്യനിടം സർവം, അല്ലെങ്കിൽ ഈശ്വരനാണ് ഈ കാണുന്ന ജഗത്തിന്റെ നിയന്ത്രണമെന്നുള്ള ആ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ മാത്രമേ നമുക്ക് പലയില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റൂ. ഇനി മൂന്നാമത്തെ മന്ത്രമാണ് ഈ രണ്ട് മാർഗവും പറ്റാത്തവർ. അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അസുരം ലോകമൊന്നുണ്ട് ഉരിട്ടാലതാമൃതം മോഹമാർന്ന ആത്മകർത്താക്കൾ പോകുന്നു ഹൃദയായതിൽ. ആത്മകർത്താക്കൾ ആ അസുരീയ ലോകത്തിൽ പോകും. ഇനി ഈ ഏകത്വം ഉറച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്ന് പറയുന്നത്? ഈ വിശ്വാസത്തിൽ തന്നെ തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും അന്നേത് ശോകം അന്നേത് മോഹം ഏകത്വത്തിന് എല്ലാം ഒന്നായിട്ട് കാണുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് ഏകത്വത്തിന്. എല്ലാം ഒന്നായിട്ട് കാണാന്ന് പറഞ്ഞാലാണ് ഈശ്വരൻ കൊണ്ടുവരുന്നത്. എല്ലാം ഈശ്വരമായി വാസുദേവ സർവമിതി ഭഗവത്ഗീത പറയും. എല്ലാം വാസുദേവനായിട്ട് കണ്ടേരെ. സർവം കല്ലിതം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയും. സർവം കല്ലിതം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മവും ഈശ്വരനും ദൈവവും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ അളവും മുഖവും നിറഞ്ഞിരിക്കുന്ന ആ പരമാർത്ഥ സത്തയ്ക്കാണ് ഈ പറയുന്നത് ഈശ്വരൻ. ആത്മോപദേശം പറഞ്ഞതല്ലേ, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഗുരുവിലും ഒത്തും ഉജ്ജ്വലിക്കും കരു. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ഒരു കരു
എന്നുള്ള വാക്കുണ്ട്. കരുവാണ് ഭഗവാൻ. ആ കരുവിലേക്ക് നമ്മൾ അറിവിലാവുന്ന അത് മാത്രമായി വരണം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ ഈ ഇഹലോക ജീവിതം സന്തുഷ്ടമായിട്ട് പോകാൻ. ഇനി ഭാവിയിൽ വിശ്വാസപ്രകാരം നമുക്ക് ഉടനെല്ലാം വേണമെന്നുണ്ടല്ലോ. ആ വിശ്വാസത്തിൽ ഒക്കെ ഉള്ളവർക്കും ഈ കർമ്മവാസനകളെല്ലാം ശരിക്കും